Good morning, all. Good morning. Good morning. Okay, can you just sit to the voice note here? Yeah, no, voice note here, no, can you just sit to the Maria, no, I have to the theater. Okay, it's regarding a case, the line managers in a duty second on the cover. Then the impact of HRM on organizational performance. And then the first point we discussed here. Yeah. Okay. നമുക്ക് കണ്ടിന്യൂഷൻ എടുക്കണം വായിച്ചു നോക്കി പോകാനായിട്ട് തന്നെ ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനൊക്കെയാണ് ആവശ്യം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ പെർഫോമൻസ് അല്ലെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ അല്ലെ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എംപ്ലോയി റിറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, നമുക്കറിയാം അവിടെ HR നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ. So the managing employee retention includes developing plans to sustain high employee morale and focus so they elect to remain employed and fully productive for the benefit of the organization. ഓക്കെ, തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അനുകൂലമായിട്ട്, അതായത് എംപ്ലോയിയുടെ ആക്ടിവിറ്റി എന്താണോ നേഴ്സ് അല്ലെ, അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കാൻ അവരുടെ പ്രോബ്ലംസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കേസ് വർക്കിംഗ് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള സാലറി ബെനിഫിഷ്യൽ പാക്കേജ് കിട്ടാത്തതാവാം. എനിവേ എന്തായാലും എംപ്ലോയിയോട് ഒരു ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ സ്വീകരിക്കാനായിട്ട് ചില ഡിപ്പാർട്ട്മെന്റ് തുനിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവര് നല്ല ഉത്പാദനക്ഷമരായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ആവശ്യങ്ങൾ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അത് കൃത്യമായിട്ട് ഗ്രഹിച്ചതിന് ശേഷമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും എംപ്ലോയറുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴെന്താണ് സോ ദേ ഇലക്ട് ടു റിമെയിൻ എംപ്ലോയിഡ് ആൻഡ് ഫുള്ളി പ്രൊഡക്റ്റീവ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ നല്ല ഉത്പാദനക്ഷമരായിട്ട് ആ ഓർഗനൈസേഷന് എന്താണോ ലക്ഷ്യം കൈവരിക്കേണ്ടത് അതിനോട് ചേർന്ന വിധത്തിൽ അവർ പ്രവർത്തിക്കാനായിട്ട് പറ്റും. A comprehensive employee retention program can play a vital role in both the attracting and retaining key employees as well as reducing turnover and its related costs. ഓക്കെ, എംപ്ലോയി സാറ്റിസ്ഫൈഡ്. നമ്മളൊരു കമ്പനിയിൽ ചെല്ലുമ്പോൾ നമുക്ക് മതിയായ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്, സാലറിയും വലിയ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആ കമ്പനിയിൽ പോകാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കും അല്ലേ, ശരിയല്ലേ? ആ കമ്പനിയിൽ പോകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, തീർച്ചയായിട്ടും എംപ്ലോയിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ വീണ്ടും പോകാനായിട്ട് തയ്യാറാവും അല്ലെ. ഡെയിലി പോകുന്നതിന് അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയായിരിക്കും അവര് എല്ലാ ദിവസവും ജോലിക്കായിട്ട് പോകുന്നത്. ശരിയാണോ? വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ജോലിയിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കില്ലേ? റെസ്പോണ്ട് ചെയ്യാട്ടോ. ഓക്കെ, അവർക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം തീർച്ചയായിട്ടും അവര് മറ്റൊരു കമ്പനി അല്ലെ എനിക്ക് ഇത് പറ്റില്ല, വേറൊരു കമ്പനിയിൽ ജോലി നോക്കാണ്ടായിരിക്കും എനിക്ക് താല്പര്യം അല്ലെ നല്ലത് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് വരുന്നത്. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത് എപ്പോഴാണ്? അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്, നല്ല രീതിയിൽ ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുമ്പോൾ. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? അവിടെയുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ധാർമ്മിക കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കുമ്പോഴാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. So പറയാണ് a comprehensive employee retention program can play a vital role in both attracting employees and
റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും കമ്പനിയിലേക്കാണോ നല്ല കുഴപ്പമില്ലാത്ത സേവനങ്ങളൊക്കെ അല്ലെങ്കിൽ തൊഴിലുടമ എംപ്ലോയിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്ത് പോകുന്നത് എന്ന് അല്ലെ ഉള്ള ഒരു സൽപ്പേര് ഉണ്ടെങ്കിൽ അവിടേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് എല്ലാ കാൻഡിഡേറ്റ്സും തയ്യാറാവും അല്ലെ. അട്രാക്ടിങ് ആൻഡ് റിട്ടൈനിങ് ഈ എംപ്ലോയീസ്, അതായത് എംപ്ലോയീസിനാണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിലോ അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? as well as introducing turnover and its related cost. ആ കമ്പനിയിൽ നിന്ന് അല്ലെ ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക്, റെഡ്യൂസിങ് ടേൺഓവർ അല്ലെ, ആ ഒരു കമ്പനിയിലെ ജോലി ആ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനകമായി ബന്ധപ്പെട്ട റിലേറ്റഡ് കോസ്റ്റും അല്ലെ അവിടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ആ കമ്പനിയിൽ നിന്ന് എംപ്ലോയീസ് വിട്ടുപോവുകയാണെങ്കിൽ എന്താണ്? വേക്കൻസി പിന്നെയും വരുന്നു. ഈ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ പിന്നെയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. റിക്രൂട്ട്മെന്റ് നടത്തണം, അവർക്ക് സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തണം, then അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. സോ അവിടെ തീർച്ചയായിട്ടും കമ്പനിക്ക് വീണ്ടും റിസ്ക് എടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ HRM-ന്റെ സമീപനം നല്ലതാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തില് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ, അവിടെ നിലനിന്ന് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയുള്ളൂ, മറ്റുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അവിടെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഈ ഒരു സെന്റൻസ് മനസ്സിലാക്കിയവരുടെ അട്രാക്ടിങ് ആൻഡ് റിട്ടൈനിങ് കീ എംപ്ലോയീസ് as well as reducing turnover and its related cost. അവിടെ റെഡ്യൂസിങ് അല്ലെ അവിടെ വിട്ടുപോകുന്ന ഒഴിഞ്ഞു പോകുന്ന നിരക്ക്, എംപ്ലോയീസ് അവിടെ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് റെഡ്യൂസ് ആവുകയും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് കോസ്റ്റുകളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഹൈ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, ഹൈ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല സമീപനം ഉണ്ടെങ്കിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. Flexibility in the workplace has an impact on innovation as well as the efficiency of employees. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പുതുമ നിറഞ്ഞ അല്ലെ ഇപ്പൊ എപ്പോഴുമുള്ള പ്രത്യേകത അതാണ്. നമ്മള് പഠിച്ച ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടായിരിക്കില്ല ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് വേരിയേഷൻസ് അല്ലെ അവിടെ കമ്പനിയിലാണെങ്കിലും ഫാക്ടറിയിലാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അതിന്റെ ഒരു വേരിയേഷൻസ് അവിടെ പ്രതിഫലിച്ച് കാണുന്നതായിട്ട് കഴിയും അല്ലെ, കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവിടുത്തെ എംപ്ലോയീസ് അതിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള കഴിവ് ഏൺ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഫ്ലെക്സിബിൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും അതിനോട് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെ അയവ് വരുത്താനായിട്ട് എന്താണോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതായിട്ട് വരുന്ന കാര്യങ്ങൾ അതിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവേണ്ടതായിട്ട് വരും. ഓക്കെ, അവിടെ നോക്കാം. Flexibility in the workplace has an impact on innovation as well as the efficiency of employees. സോ അവിടെ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നടപടികളിലേക്ക് അതിനനുസരിച്ചിട്ട് എംപ്ലോയി അവിടെ ചേർത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയി ആണെന്ന്. ശരിയല്ലേ? കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും അല്ലെ. എല്ലാ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നടപടികളോട് ചേർത്ത് പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയിക്ക് പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ എംപ്ലോയിനെ അല്ലെ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ബെറ്റർ ആയിട്ട് എഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് എംപ്ലോയിയെ സജ്ജമാക്കാനായിട്ടും HRM ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നല്ല അല്ലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കുന്നത്. Flexibility has a huge impact on how a company attracts, hires and retains top talent. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല നല്ല എംപ്ലോയീസ് അല്ലെ നല്ല എഫിഷ്യന്റ് ആയിട്ട് പുതുമ നിറഞ്ഞ കാര്യങ്ങളോട് കൂടിയ ഫ്രഷേഴ്സിനൊക്കെയാണ് എപ്പോഴും കമ്പനികൾ താല്പര്യത്തോടു കൂടിയിട്ട് അട്രാക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? മിക്കവാറും അല്ലെ നമുക്കറിയാം ഫ്രഷേഴ്സിനെ കൂടുതൽ അവരെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ കൂടുതൽ ക്ഷണിക്കാൻ കാരണം പുതുമ നിറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് എബിലിറ്റി ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് എബിൾ ആയിരിക്കും അല്ലെ. സ്കില്ല് അവർക്ക് നേടിയിട്ടുണ്ടാവും എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും ഉണ്ടായിരുന്നു. അപ്പോ ഇൻ കേസ് അവിടെ നിലവിലുള്ള എംപ്ലോയീസിന് ആ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മെസ്സേജ് അയച്ച് വരാനായിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് പോകാതിരിക്കില്ലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ക്ലാസ്സിൽ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. അപ്പൊ ഇതേമാതിരി
കാണാതിരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എടുത്തൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെ മെസ്സേജ് കൊണ്ടൊക്കെയാണ്. സോ ചെറിയ ചെറിയ എക്സാമ്പിൾസോ ആണോ അല്ലേ അതൊക്കെ നമുക്ക് ആ സമയത്ത് നിങ്ങൾക്കും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് എസ് ഓർ നോ അല്ലെങ്കിൽ കണ്ടിന്യൂ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്യാൻ പറ്റുക അല്ലെ. നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ പോർഷൻസ് കവർ ചെയ്ത് പോവുകയും പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ സജീവമാവാനായിട്ട് നിങ്ങളെ കോപ്പറേറ്റ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഒന്നിച്ച് ചെയ്ത് പോവാം. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഫ്രഷേഴ്സിനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു കാരണം അവർ ഏബിൾഡ് ആണ്. അതേപോലെ തന്നെ റിട്ടൈൻ ടോപ്പ് ടാലന്റ് കേസ് മേലുദ്യോഗസ്ഥരൊക്കെ അവരെ നേരത്തെ കൂട്ടിയൊക്കെ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും ഈ ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡിനോട് ചേർന്ന വിധത്തില് ജീവനക്കാര് അതിനോട് അല്ലെ വഴങ്ങി കൈകാര്യം ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പൊ ട്രെയിനിങ് ഒക്കെ അവർക്ക് പാക്കേജുകളൊക്കെ അനുവദിക്കുമ്പോൾ കൃത്യമായിട്ട് ട്രെയിനിങ് എന്തിനാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള വർക്കേഴ്സിന് ട്രെയിനിങ് അവൈലബിൾ ആക്കണം, സോ എത്ര ടൈം കൊണ്ട് അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം തന്നെ HRM ഡിപ്പാർട്ട്മെന്റ് ഗ്രഹിച്ചിട്ടാണ് അതൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. സോ നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ഒബ്ജക്റ്റീവ്സ് അല്ലെ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. Then innovation can lead to higher productivity. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെ പരമ്പരാഗത സംസ്കാരിക രീതി മാത്രം നമ്മൾ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്കറിയാം പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെ സർവീസ് ആണെങ്കിലും പുതിയ പുതിയ ടെക്നോളജിക്ക് അനുയോജ്യമായ രീതിയിൽ അവൈലബിൾ ആകുമ്പോഴാണ് അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നോവേഷൻ എന്തായാലും അവിടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. പുതുമ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കമ്പനിയിലോ നമ്മുടെ ഫാക്ടറികളിലോ അല്ലെ എല്ലാത്തിലും തന്നെ അവിടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഉൽപാദനക്ഷമത ഉണ്ടാവും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പുതിയ മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻ അതിന് ചേർന്ന വിധത്തില് എംപ്ലോയീസിനൊക്കെ കൺസിഡർ ചെയ്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി തീരുമാനങ്ങളൊക്കെ എടുത്ത് അവർക്ക് അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ അവർ ഒക്കെയാകും. ഇന്നോവേഷൻ ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ എങ്കിലും എന്താണ് ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഫില്ലിംഗ് ബാലൻസ് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇന്നോവേഷൻ ഹെൽപ്ഫുൾ ആണ്. Then as the productivity increase, the more good and service are produced and economy grows. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എക്കോണമിയും ഗ്രോ ചെയ്യും അല്ലെ. സാമ്പത്തികമായിട്ട് നമുക്ക് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കും. Then innovation and productivity growth bring vast benefit for the consumers and the business. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കമ്പനി അത് മെച്ചപ്പെട്ട് വരാൻ അത് പേര് കേട്ടതായിട്ട് വരാനായിട്ടുള്ള പ്രത്യേകത നമുക്കറിയാം. എന്തെങ്കിലും പുതിയ പുതിയ അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെ കൺസ്യൂമേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ HRM ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് ഫാസ്റ്റ് ബെനിഫിറ്റ് എളുപ്പത്തിൽ ഗുണം ചെയ്യാനായിട്ട് സാധിക്കും. Okay. Innovation and productivity growth bring vast benefits for consumers and business. Okay, ഉപഭോക്താക്കളെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ബിസിനസ് എളുപ്പത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെ നല്ല രീതിയിൽ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ ഒക്കെ ആണോ? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക നമ്മള് അല്ലെ എന്തെങ്കിലും അതിനോട് അയവ് വരുത്താൻ അല്ലെ ചേഞ്ചിങ്ങിന് വേണ്ടി വരികയാണെങ്കിൽ ആ എംപ്ലോയീസ് ചേഞ്ചബിൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. അവര് ചേഞ്ചബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതി അപ്ലൈ ചെയ്യണം. HRM ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അപ്ലൈ ചെയ്യണം. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അവിടെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് എക്കോണമി ഗ്രോത്ത് ചെയ്യാനോടൊപ്പം തന്നെ ബിസിനസ് ഡെവലപ്പ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്താണ് അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്
ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അത് പരമാവധി നേടിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു എംപ്ലോയറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ. Organization goals are the strategic objectives that a company's management established to outline expected outcomes and guide employees effort. Okay, തീർച്ചയായിട്ടും ഏതൊരു കമ്പനിക്കും ഏതൊരു സ്ഥാപനത്തിനാണ് അല്ലെ, ചെറിയൊരു ബിസിനസ് ഫേം ആണെങ്കിലും അതിന് നിശ്ചിത ലക്ഷ്യമുണ്ടാവും അല്ലെ, ഒരു എയിം ഉണ്ടാവും, ഒരു ലക്ഷ്യമുണ്ടാവും. ദെൻ മാനേജ്മെന്റ് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്കംസ് അല്ലെ, അവിടെ എംപ്ലോയീസിനെ അവിടെ നിലനിർത്തി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ റിസൾട്ട് നേടിയെടുക്കണം എന്നുള്ള ഒരു മാനദണ്ഡം തന്നെയായിരിക്കും മാനേജ്മെന്റ് അവിടെ കീപ്പ് ചെയ്തു പോകുന്നത് അല്ലെ. അവിടെ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ എംപ്ലോയീസിനെ എങ്ങനെ കൈകാര്യം ചെയ്തെടുക്കാം അല്ലെ, അവരുടെ എഫേർട്ട് കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ ഏൺ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് മാനേജ്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ there are two main types of organization goals. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻ ഗോൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവും അല്ലെ, ഏതൊരു ഓർഗനൈസേഷനും ഒരു നിശ്ചിത ലക്ഷ്യമുണ്ട്. ഇത്രയും ടൈമിനുള്ളിൽ ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്കറിയാം. സ്റ്റാർട്ടിംഗ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അവര് ഇയർലി ഫസ്റ്റ് ഇയർ ഒന്നും ആദ്യമായിട്ടുള്ള വർഷങ്ങളിലൊന്നും നിശ്ചിതമായിട്ടുള്ള അല്ലെ വലിയൊരു പ്രോഫിറ്റ് ഒന്നും അവർ ആഗ്രഹിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചിങ് സ്കൂൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അല്ലെ, അത് ഒരു എല്ലാവരുടെയും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറണം. നല്ല ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട്. ഇൻ കേസ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, നമുക്കറിയാം നല്ല ഗുണമേന്മയുള്ള അല്ലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, വലിയ കുഴപ്പമില്ലാത്ത അല്ലെ, അധികം പേരുകൾ എമൗണ്ട് ഒന്നുമില്ലാതെ നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും ആദ്യം വർഷങ്ങളിൽ അല്ലെ. തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എയിം ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. പിന്നീടായിരിക്കും അവര് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻ ഗോൾസുകളാണ് ഇവിടെ പറയുന്നത്, ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ്. ഓക്കെ, അപ്പൊ ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ചോദിച്ചു കാണാറുള്ളതാണ്. ടു മെയിൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ, സെക്കൻഡ് വൺ ഓപ്പറേറ്റീവ്. ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. എന്താണോ മെയിൻ ആയിട്ട് ലക്ഷ്യം അല്ലെ, അവരെ എന്താണോ ഉദ്ദേശിക്കുന്നത്, അത് മെയിൻ ആയിട്ട് ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യം, അതിനെയാണ് ഒഫീഷ്യൽ എന്ന് പറയുന്ന പദം കൊണ്ടുള്ള അല്ലെ ആ ഒരു രീതിയിലുള്ള ഗോൾസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഈ മെയിൻ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം. ഈ മെയിൻ ആയിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലക്ഷ്യങ്ങൾ സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു വലിയ ടാർഗറ്റ് നമ്മൾ ഏതൊരു കമ്പനിയും ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ പ്രാബല്യത്തിൽ വരുന്നവർ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കൂട്ടുകാര് അവിടെ അച്ചീവ്മെന്റ് ആവും. പ്രധാനമായിട്ടും ഇന്നത് നേടിയെടുക്കണം അല്ലെ. ഒരു സർവീസ് ആണെങ്കിൽ നല്ലൊരു സർവീസ്, അറിയപ്പെടുന്ന ഒരു സർവീസ് അന്ന് നല്ലൊരു കസ്റ്റമേഴ്സ് ഉണ്ടാവുന്ന സർവീസ്. പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് വിപണിയിൽ നല്ല രീതിയിൽ വിപണനം ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള കൺസ്യൂമേഴ്സ് അവിടെ ഉണ്ടാവണം എന്നൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഗോളുണ്ട് അല്ലെ. ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കുറെ എംപ്ലോയീസിനൊക്കെ നിയോഗിച്ചിട്ട് അവരിൽ നിന്ന് കുറെ അല്ലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. ഓരോ പേഴ്സണെ കൊണ്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഇന്ന മെഷീൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ മെഷീൻ കൊണ്ട് ഇത്രയും ഗുണങ്ങൾ നേടിയിരിക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർസ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നോ അതിന്റെ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തൊഴിലാളിയെ എംപ്ലോയർ പണം മുടക്കി അവിടെ നിയമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ലക്ഷ്യമുണ്ടാവും, ഉദ്ദേശമുണ്ടാവും. രാവിലെ ഒരു മെഷീൻ സ്ഥാപിക്കുമ്പോഴും തീർച്ചയായിട്ടും അവർക്ക് അത്രയും കോസ്റ്റ് മുടക്കി അവിടെ ആ മെഷീൻ സ്ഥാപിക്കുമ്പോൾ അതിൽ നിന്ന് ഇത്രയും ഏണിങ്സ് വേണം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവും. ഉണ്ടാവോ? രാവിലെ ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർ ലക്ഷ്യമിടുന്നത് എന്താണോ അതാണ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഗോൾസിനെ നമ്മൾ എന്തെന്ന് പറയും? ഒഫീഷ്യൽ ഗോൾസ്. ഓക്കെ, ക്ലിയർ ആണോ? മെയിൻ ആയിട്ടുള്ള ഗോൾസിനെ മൊത്തത്തിലുള്ള ഗോൾസിനെ നമ്മൾ എന്താ പറയാം? ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയും. ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ അല്ലെ ആ ഒരു മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ നമ്മൾ ആവശ്യമായിട്ട് എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തോ അതിൽ നിന്നും ഓരോ ലക്ഷ്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനെയാണ് ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും HR ഡിപ്പാർട്ട്മെന്റിനും ഇതിനും പ്രധാനമായിട്ടുള്ള നടപടികളും അല്ലെ കൃത്യമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരെ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും റിസോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അല്ലെ പ്രധാനമായിട്ടും HR ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. സോ ഓരോ എംപ്ലോയിയും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഈ മെയിൻ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആ എംപ്ലോയിൽ നിന്ന് എന്താണ് അവർ ഔട്ട്കമായിട്ട് ആഗ്രഹിക്കുന്നത്, സോ അതിലേക്കാണ് എംപ്ലോയിനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ 4 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇന്റലിജൻസ് മെയിൻ ആയിട്ട് HR ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുകയും അല്ലെ അതിനനുസരിച്ചിട്ടുള്ള സെലക്ഷൻ നടപടികളൊക്കെ നടപ്പാക്കി പോവുകയും ചെയ്യേണ്ടതുണ്ട്. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയിയെ സെലക്ട് ചെയ്ത് അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ മാത്രമല്ല അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അവരിപ്പോ നമ്മുടെ ട്രെയിനിങ് ഒക്കെ കിട്ടി അവര് നല്ലവരുടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉത്പാദനക്ഷമമായിട്ടുള്ള എംപ്ലോയി ആവുമ്പോൾ അവിടെ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് ലാഭമോ നഷ്ടം ഉണ്ടാവുക. അതായത് ഓരോ എംപ്ലോയിനെ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ കൃത്യമായിട്ട് അല്ലെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ടൈമില് എംപ്ലോയി ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോയാൽ കമ്പനിക്ക് ലാഭമായിരിക്കും നഷ്ടമായിരിക്കും. കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമല്ലേ അല്ലേ? ആണ്, കാരണം നമുക്കറിയാം തീർച്ചയായിട്ടും ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അവരെ സെലക്ഷൻ അല്ലേ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ നടപ്പാക്കി അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവര് അല്ലെ അവര് കമ്പനിയിൽ നിന്ന് ഈ ട്രെയിനിങ് വിട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് ലോസ് ആണ് സംഭവിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയിൽ എംപ്ലോയിയെ നിലനിർത്തിക്കൊണ്ടുപോകണം. ഓക്കെ, കമ്പനിയിൽ എംപ്ലോയി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, വീണ്ടും നമുക്കറിയാം ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, നമ്മളിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാലാണ് കമ്പനിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ അല്ലെ, ഏതൊരു ഓർഗനൈസേഷനൊക്കെ നിലനിൽപ്പുണ്ടാവുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ അതിനനുയോജ്യമായ രീതിയിലും എംപ്ലോയിയെ കൈകാര്യം ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് ഉത്പാദനക്ഷമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ അതുമായി ബന്ധപ്പെട്ടും HR ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഊർത്തികളുണ്ട്. അക്കോമഡേഷൻ ഓർഗനൈസേഷൻ ഗോൾസ് എപ്പോഴും മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഇതൊരു ഓർഗനൈസേഷന് മെയിൻ ആയിട്ടുള്ള ഗോൾ ഉണ്ട്. ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ എംപ്ലോയീസിൽ നിന്ന് എന്താണോ ഔട്ട്കംസ് ആഗ്രഹിക്കുന്നത്, സോ അതുമായി ബന്ധപ്പെട്ടും അല്ലെ 2 തരത്തിലുള്ള ഗോൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒഫീഷ്യൽ ആയിട്ടുള്ള ഗോളും ഓബ്ജക്റ്റീവ് ആയിട്ടുള്ള ഗോൾസ്. ക്ലിയർ അല്ലേ? ക്ലിയറാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ജോബ് ഡിസൈൻ. ഓക്കെ, ജോലി അല്ലെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ, ഒരു ഘടന ഉണ്ടാവും. ഏതൊരു ജോലിയാണെങ്കിലും ജീവനക്കാരോ ഓരോ ഓർഗനൈസേഷൻ ആവുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ എംപ്ലോയിക്കും എന്താണ് ജോലി ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ എംപ്ലോയിക്ക് ലഭ്യമാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ജോബ് ഡിസൈൻ meaning of a job design. Job design is the logical sequence of the process of a job analysis and involves the deliberate actions to organize the task, duties, and the responsibility into a unit of purpose so as to business objectives. Okay. Job design എന്ന് പറയുന്നത് ലോജിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ്സ് അല്ലെ. അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രക്രിയയാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ജോലിയെ വിലയിരുത്താൻ ജോബ് അനാലിസിസ് അതായത് ഏത് ജോലിയാണോ, ചിലപ്പോൾ ടെക്നീഷ്യന്റെ ജോലിയായിരിക്കാം,
അല്ലെങ്കിൽ ക്ലർക്കിന്റെ ജോലിയായിരിക്കാം, ഏത് ജോലിയാണോ ആ ജോലിയെ വിലയിരുത്തിയതിനു ശേഷമാണ് അല്ലെ, ആ ജോലിയെ കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് സ്ട്രക്ചർ തയ്യാറാക്കാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു യുക്തിപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ജോലിയെ വിലയിരുത്താം and involves a deliberate actions to organize a task, duties and responsibility to a unit of work. Okay, ആ ഒരു യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അനുയോജ്യമായ രീതിയിൽ ആ ഒരു ജോലി വിലയിരുത്തിയതിനു ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടാസ്കുകൾ, എന്തൊക്കെ കടമകളൊക്കെ നിർവഹിക്കണം, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഓരോ എംപ്ലോയീസ് നിറവേറ്റേണ്ടത്. ഓക്കെ, ആ യൂണിറ്റ് ഓഫ് വർക്കുകൾ എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ടാസ്കിന്റെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് എംപ്ലോയിയെ ഏൽപ്പിച്ചാൽ മാത്രമാണ് അതനുസരിച്ചിട്ട് ജോലി ചെയ്യാനായിട്ട് എംപ്ലോയിക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയാതെ ഒരു ഡ്യൂട്ടിക്ക് വിളിച്ച് ഓക്കെ അവിടെ ചെല്ലുമ്പോൾ എംപ്ലോയി എന്താ ചെയ്യേണ്ടതെന്ന് ഡ്യൂട്ടിക്ക് അറിയില്ല, എംപ്ലോയിക്ക് അറിയില്ല, ഇത് ചെയ്യും അല്ലെങ്കിൽ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈമും വേസ്റ്റ് ആണ്, അവരെ എക്സ്പെൻസും കൂടുതലാണ് അല്ലെ. അവരെ നിയമിച്ചത് അനുസരിച്ചിട്ട് അവർക്ക് ഡ്യൂട്ടിയിൽ നിന്ന് പെർഫോമൻസ് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കോസ്റ്റും അവിടെ തൊഴിലുടമ കൊടുക്കേണ്ടതായിട്ട് വരും, ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഘടനയാണ് അല്ലെ, ഒരു യുക്തിപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ജോലിയെ വിലയിരുത്തുക, ആ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ജോലിയിൽ എന്തൊക്കെ ടാസ്കുകളാണ് നിർവഹിക്കേണ്ടത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ആ യൂണിറ്റ് ഓഫ് വർക്കിൽ ഉള്ളത് അല്ലെ. അങ്ങനെ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ക്രമീകരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അത് ജോബ് ഡിസൈൻ അല്ലെങ്കിൽ dash is the logical sequence of the process of a job analysis involves deliberate actions to organize a task, duties എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെക്കാം, അത് ജോബ് ഡിസൈനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്, അതായത് എന്താ പറയുക ഒരു യുക്തിപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ്. എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അനുയോജ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഡ്യൂട്ടികൾ റെസ്പോൺസിബിലിറ്റീസുകളുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കാം ജോബ് ഡിസൈൻ എന്ന ടോപ്പിക് പോലെ ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. ഓക്കെ, ജോബ് ഡിസൈനിന്റെ കൺസെപ്റ്റ് അതിന്റെ ആ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബിലീവ് ദാറ്റ് എഫിഷ്യന്റ്ലി സ്ട്രക്ചേർഡ് ജോബ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയി ഫോർ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. അതായത് ജോബ് ഡിസൈൻ എന്താണെങ്കിൽ അല്ലെ അതിനൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനൊരു ഘടന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി നന്നായിട്ട് പഠിക്കും. കാരണം ഇന്ന് ഞാൻ വരുമ്പോൾ എന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് എനിക്ക് അറിയാമെങ്കിൽ ഞാനത് കൃത്യമായിട്ടുള്ള സമയത്ത് കയറി അല്ലെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് നമ്മൾ ആ ഡ്യൂട്ടിയിലേക്ക് കയറി നമ്മുടെ ടാസ്ക് നമ്മൾ ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇത്ര ടൈമിനുള്ളിൽ നിർവഹിക്കും. ഓക്കെ, അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഒന്നും ഇല്ല എങ്കിൽ വരുന്നു ഡ്യൂട്ടിക്ക് വരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഓർഡറുകളൊക്കെ സ്വീകരിച്ച് ചിലപ്പോൾ പതിയെ പതിയെ അല്ലെ അവർ പറയുന്ന അനുസരിച്ചിട്ട് ചെയ്യും. എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡം ഒന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോൾ കെയർലെസ് ആയിട്ടൊക്കെ അവിടെ വർക്ക് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവില്ലേ? ഒരു ഘടനയില്ലാത്ത വർക്കാണെങ്കിൽ ഉണ്ടാവോ? ശരിയാണോ? സ്ട്രക്ചർ ഇല്ലാത്ത ഒരു വർക്കാണെങ്കിൽ ഒരു ഘടനയൊന്നുമല്ല, ഒരു ഉത്തരവാദിത്വത്തിന്റെ ബോധ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വർക്കാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എംപ്ലോയീസ് ഒക്കെ കെയർലെസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ, ശ്രദ്ധയായിട്ട് അല്ലെ, അതുകൊണ്ട് വളരെ വിജിലന്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. ശരിയല്ലേ? ആണോ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എങ്കിൽ അല്ലെ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ദ എംപ്ലോയി ഫോർ എ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും പറയണം, poorly designed job often result in a boredom and employee frustration, high turnover, reduced motivation, low level of productivity and increase in operating cost. അപ്പൊ പുവർലി ഡിസൈൻ അല്ലെ ജോബ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് എംപ്ലോയീസ് ആണെങ്കിൽ ബോർഡമായിരിക്കും. ഓക്കെ, ഒരു ചിലപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവും, ചിലപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവില്ല, ഒരു സുഖമില്ലാത്തൊരു ജോലിയാണെന്ന് തോന്നും. അത് മാത്രമല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു
എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടില്ല. അവർക്ക് എപ്പോഴും ചിലപ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും, ഹയർ ടേൺ ഓവർ. അതായത് ജോലിയിൽ നിന്ന് വിട്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. റെഡ്യൂസ് മോട്ടിവേഷൻ, നമുക്കൊരു പ്രേരണ കിടക്കമുണ്ടാവില്ല, എനിക്ക് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്ത് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം മൈൻഡിലി തന്നെ അല്ലെ, മെന്റലി തന്നെ അവർക്ക് അത് ഉണ്ടാവണമെന്നില്ല. ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, തീർച്ചയായിട്ടും നമുക്കറിയാം ഉൽപാദനക്ഷമത വളരെ കുറവായിരിക്കും. ആൻഡ് ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമുക്കറിയാം അവർക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെ, ഇവിടെ വർക്ക് ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതൊരു അധിക ചെലവായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എങ്കിൽ അല്ലെ, ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ വേർലി ഡിസൈൻഡ് ജോബ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിലേക്കൊക്കെയാണ് വഴിതിരിക്കാം. എംപ്ലോയി ഫ്രസ്ട്രേഷൻ, ഹൈ ടേൺഓവർ, റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ, ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, ഇങ്ങനെ പൂർണ്ണ ഡിസൈൻഡ് ആയിട്ടുള്ള ജോബ് ഇതിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് വെച്ചേക്കാം. പൂർണ്ണ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഇല്ലാത്ത, ഒരു ഘടന ഇല്ലാത്ത ഒരു ജോലിയാണ്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഔട്ട്കമായിരിക്കും കിട്ടുന്നത്. ക്ലിയറോ? ജസ്റ്റ് ഒരു ജോബ് ഡിസൈനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് ആണ്. ക്ലിയർ അല്ലേ? ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ട് അല്ലെ, അത് പല രീതിയിലുള്ള ജോബ് ഡിസൈൻ ആണ് എങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്, വേർലി ഡിസൈൻഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ക്ലിയറാണോ? അവരിവിടെ തന്നെ ഇല്ലേ? ശരിയല്ലേ? ക്ലിയർ ആയിട്ട് പോവാട്ടോ. മനസ്സിലാവാത്ത രീതിയിലാവരുത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അതിലേക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ മാർക്ക് ചെയ്തൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞാനിങ്ങനെ അല്ലെ, അത് പ്രത്യേകിച്ച് ഇതിലൂടെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ബിസിനസ്സിലെ ടേൺ ഓവർ അല്ലല്ലോ, മറ്റേ നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ അതെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ടേൺ ഓവർ ആണ്. അതായത് തൊഴിലാളികൾ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരുന്നത്, ഇതാണ് ടേൺ ഓവർ റേറ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ്. ഇപ്പൊ ഇതേമാതിരി ജോബ് ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ക്രമീകരണത്തോട് കൂടിയിട്ടുള്ള ഒരു ജോലിയാണ് എങ്കിൽ വരാനായിട്ട് എംപ്ലോയിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ഇന്നത് ചെയ്യണം, ഇന്നത്തെ ഡ്യൂട്ടി അല്ലെ ഫുൾഫിൽ ചെയ്യണം. ഇങ്ങനെ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയി തന്നെ ചിന്തിക്കും, ഇങ്ങനെ യാതൊരു സ്ട്രക്ചർ ഇല്ലാത്ത ജോലിയാണെങ്കിൽ കമ്പനി എങ്ങാനും കൂട്ടിപ്പോയാൽ എന്റെ അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ ചിലപ്പോൾ ആ കമ്പനി നിന്ന് തന്നെ എംപ്ലോയി വിട്ടുപോകും. സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു ഫേമാണ്, അല്ലെങ്കിൽ ജോലിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും ഒന്നും ഇല്ലാതെയാണ് ജോലിയിൽ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ എംപ്ലോയിയുടെ മൈൻഡിൽ ഉണ്ടാവും, അയ്യോ ഈ കമ്പനി എത്രത്തോളം നാള് അങ്ങനെ മുന്നോട്ട് പോകും, ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയൊന്നും ഇല്ലല്ലോ, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു രൂപരേഖ പോലും ഇല്ലല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ആ കമ്പനികളുടെ വിട്ടു പോകാനായിട്ട് എംപ്ലോയി. ഇപ്പൊ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പൊഴിഞ്ഞു പോവുക, ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ പൊഴിഞ്ഞു പോകുന്ന നിരക്കാണ്. ആര് പൊഴിഞ്ഞു പോകുന്ന നിരക്കാണ്? എംപ്ലോയീസ് പൊഴിഞ്ഞു പോകുന്ന നിരക്ക്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ഇതിലേക്ക് അല്ലെ, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് കൺസെപ്റ്റ് ചെയ്യുമ്പോൾ എംപ്ലോയിയുടെ ടേൺ ഓവർ റേറ്റ് നിരക്കാണ് ഇവിടെ പറഞ്ഞത്. എംപ്ലോയി വിട്ടു പോകുന്ന നിരക്ക്, പൊഴിഞ്ഞു പോകുന്ന നിരക്ക്. എംപ്ലോയി പൊഴിഞ്ഞു പോകുന്ന നിരക്ക് കൂടുവാനുള്ള സാധ്യത പൂർലി ഡിസൈൻഡ് ആണ്. ഓക്കെ, അതേസമയം സ്ട്രക്ചേർഡ് ആണെങ്കിൽ എംപ്ലോയി ഡ്യൂട്ടിക്ക് വരും, അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കമ്പനി മെച്ചപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, നല്ല രീതിയിൽ ഇൻകം ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സോ അവിടേക്ക് വരാനൊക്കെ ആയിട്ട് എംപ്ലോയി തയ്യാറാണ്. നമുക്ക് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ അപ്പൊ നമ്മളൊക്കെ അറിയാം, കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവിടെ എംപ്ലോയീസിന് നിലനിന്ന് പോകാനൊക്കെ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും. സോ അവിടെ നമുക്കാണെങ്കിൽ ഒരു നല്ലൊരു സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, ഒരു ക്യാരക്ടർ അല്ലെ, നല്ലൊരു മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. The job characteristics model is one of the most influential attempts to design job with the increased motivation properties. Atman and Paul 1975.
ഓക്കെ, ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ട് ഇവര് ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് എന്ന് പറയുന്നത് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്ന് പറയുന്നത്. കാണാറില്ല, എന്നാലും ആരാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരാം. 1975 ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Proposed by Huckman and Oldham, the model describes 5 core job dimensions leading to 3 critical psychological states resulting in work-related outcomes. അതായത് അവിടെ 5 ജോബ് ഡയമെൻഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ജോബ് ക്യാരക്ടറിസ്റ്റിക്സില് 5 ഡയമെൻഷൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്ന പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്റ്റേറ്റിലേക്ക്, അതായത് സൈക്കോളജിക്കൽ ആയിട്ട് മാനസികമായിട്ട് എംപ്ലോയീസിലേക്ക് ചില കാര്യങ്ങളിലേക്ക് എത്തിക്കും. ദെൻ റിസൾട്ടിങ് ഇൻ വർക്ക് റിലേറ്റഡ് ഔട്ട്കംസ്. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കംസ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ചില രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കൺസിഡർ ചെയ്ത് പറയുന്നത്. സോ ആ ഒരു 5 കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്കിൽ വെറൈറ്റി. നമുക്കറിയാം ഓരോ എംപ്ലോയിയെയും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഏബിൾ ആവാൻ പറ്റുന്നതുണ്ട് അല്ലെ, ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതിനുള്ള എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കാം. സ്കിൽ വെറൈറ്റി അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള സ്കിൽസ്. നമുക്കറിയാം ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടപടികളുള്ള ആപ്ലിക്കേഷൻസ് എംപ്ലോയീസിനെ വരുമ്പോൾ അവർ ഒരുപാട് അല്ലെ എക്സ്പീരിയൻസും ഒരുപാട് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരെയൊക്കെ സെലക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാ, കേസ് പൊതുമെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താലും അതിലേക്ക് ഈ എംപ്ലോയി ഒക്കെയാണ് അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും അല്ലെ നമ്മൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരായിരിക്കും നിങ്ങളും അല്ലെ. എക്സാമൊക്കെ നമ്മൾ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള സ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സെലക്ട് ചെയ്യും അല്ലെ. അപ്പൊ സ്കിൽ വെറൈറ്റി ഓഫ് സ്കില്ല് ഉണ്ടാവുന്ന എംപ്ലോയീസിനെയൊക്കെ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ടാസ്ക് ഐഡന്റിഫൈ. തീർച്ചയായിട്ടും ഏത് ജോലിയാണ്, എന്താണ് ടാസ്ക് വേണ്ടി വരുന്നത് അല്ലെ, ഇന്ന ജോലികൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടാസ്കുകൾ, എന്തൊക്കെ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ടാസ്ക് സിഗ്നിഫിക്കൻസ്. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് മെച്ചം. ഇൻ കേസ് നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഉപഭോക്താക്കൾ ഉണ്ടാവുമോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും അല്ലെ. നമ്മളിപ്പോ വെറുതെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സ്പെൻസ് പരിഹരിക്കാനായിട്ട് ആഗ്രഹിക്കില്ല അല്ലെ. അത് ചെലവഴിച്ചു പോകുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണ് ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. സർവീസ് ആണെങ്കിലും അതെ അല്ലെ. നമ്മൾ ആരും ഇല്ലാത്ത ഒരു പ്ലേസിൽ, ഹോസ്പിറ്റൽ ആണെങ്കിലും സ്കൂളാണെങ്കിലും ഇൻ കേസ് ഒരു ട്യൂഷൻ സെന്റർ ആണെങ്കിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുമോ എന്നുള്ളത്, ലഭ്യമാകുമോ അല്ലെ, അതിനനുസരിച്ചുള്ള ഫീസ് കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമാണ് അവിടെ കൃത്യമായിട്ട് ആ ഒരു ഫേമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം സമൂഹം അല്ലെ ക്യാച്ച് ചെയ്യുമോ എന്ന് വിലയിരുത്തുമോ എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓട്ടോണമി, അത് തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനൊക്കെ നിയമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ചെറിയ ഫ്രീഡമുള്ളൊക്കെ അനുവദിക്കും അല്ലെ. ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇന്ന ടാസ്ക് ആണെങ്കിൽ ആ ടാസ്ക് ചെയ്യുന്നത് അവരുടെ ഒരു ഫ്രീഡത്തോട് കൂടിയിട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു രീതി അവിടെ കൊടുക്കണം. ദെൻ ഫീഡ്ബാക്ക്. അത് മാത്രമല്ല ഓരോ എംപ്ലോയീസിനും നമ്മൾ ഒരു സ്ഥാപനത്തിലൊക്കെ അല്ലെ നിയമിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഫീഡ്ബാക്ക് ഓക്കെയാണോ, നമുക്ക് എങ്ങനെ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെ, എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ട്രെയിനിങ്ങിന്റെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ, ഓക്കെ അവരുടെ ഒരു ഫീഡ്ബാക്കും കൂടിയും ഓരോ എംപ്ലോയീസിന്റെ ഫീഡ്ബാക്കും കൂടിയൊക്കെ കളക്ട് ചെയ്യും. സോ ഇത്തരത്തിലുള്ള ഒരു 5 മാനദണ്ഡങ്ങളെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എംപ്ലോയീസ് അല്ലെ എംപ്ലോയിക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതായത് അവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മീനിങ്ഫുൾനെസ് അല്ലെ, ഒരു പൂർണ്ണതയാണ് ജോലിക്കൊക്കെ വരാനായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അവന് ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിന്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവും. നോളജ് ഓഫ് റിസൾട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഉത്തരവാദിത്തത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് അല്ലെ ആ ഒരു കമ്പനിയോട് ആ പേഴ്സണോടൊക്കെ ഒരു സിൻസിയർ ആയിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് അവര് തയ്യാറാവും. തന്നെ അവര് സംതൃപ്തിയുള്ള ഒരു എംപ്ലോയി ആയിരിക്കും. തന്നെ അങ്ങനെ വരുമ്പോൾ സംതൃപ്തിയുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവര് അബ്സെന്റിസം അല്ലെ പരമാവധി കുറയ്ക്കാനായിട്ട് എല്ലാ ദിവസവും തന്നെ ജോലിക്ക് പോകാനൊക്കെ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. ടേൺ ഓവർ, നമ്മൾ നേരത്തെ പറഞ്ഞ ടേൺ ഓവർ നിരക്കൊക്കെ കുറഞ്ഞു വരും. അതായത് ആ സ്ഥാപനത്തിലേക്ക് എന്ന് വർക്ക് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ കയറി പോകാനായിട്ടൊന്നും അവര് തയ്യാറാവില്ല.
ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എങ്ങനെ വരുമ്പോഴാണ് ഈ രീതിയിലേക്ക് എത്തിപ്പെടുന്നത്? നമുക്കറിയാം ഓരോ എംപ്ലോയീസിനും അവർക്ക് കൃത്യമായിട്ടുള്ള സ്കില്ല്, വെറൈറ്റി ഓഫ് സ്കില്ലുള്ള എംപ്ലോയീസിനെ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കേട്ടോ, റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ എടുത്ത് നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കഴിവുറ്റ എംപ്ലോയീസിനൊക്കെ സെലക്ട് ചെയ്യണം. ദെൻ അവർക്ക് ടാസ്ക്, കൃത്യമായിട്ടുള്ള ടാസ്കുകളൊക്കെ പൂർണ്ണമായ രീതിയിലൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ദെൻ ഈ ടാസ്കിന്റെ സിഗ്നിഫിക്കൻസും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നത് ഇന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ഇപ്പൊ കേസിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിലാണ് കൂടുതലും ഹ്യൂമൻ റിസോഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സിൽ നിന്നും തീർച്ചയായിട്ടും നല്ല സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി എടുക്കാനായിട്ടുള്ള അവിടെ പ്രാധാന്യം എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ കുറെയൊക്കെ ഫ്രീഡം അവരുടെ ലഭിക്കും. ഒരുപാട് സ്ട്രെസ് കൊടുത്ത് എംപ്ലോയീസിനെ അവിടെ നിലനിർത്താൻ ശ്രമിച്ച എംപ്ലോയീസിന് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അല്ലെ, അവർക്ക് അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കളക്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സൈക്കോളജിക്കലി കുറെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ സാധിക്കും അല്ലെ. അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസമാണോ അല്ലെ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവും. നോളജ് ഓഫ് റിസൾട്ട്, ഓക്കെ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് റിസൾട്ട് നേടിയെടുക്കണം എന്നൊക്കെയുള്ള ഒരു മനോഭാവം അവരുടെ ഉണ്ടാവും. അവര് പ്രചോദിതരായിരിക്കും. അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലുള്ള പ്രകടനം അവരെ കാഴ്ചവെക്കും. അവർ സാറ്റിസ്ഫൈഡ് ആകും. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ സ്റ്റഡി സൈക്കിൾ കുറവായിരിക്കും. അതേപോലെ തന്നെ ടേൺ ഓവർ നിരക്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈകാര്യം ചെയ്ത് പോകുമ്പോൾ നമുക്ക് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഹാർട്ട് ഗോൾഡൻഹാമർ 1970 ക്യാരക്ടറിസ്റ്റിക്സ് മോഡലിൽ അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ സൈക്കോളജിക്കൽ സ്റ്റേജുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചാൽ നമ്മൾ ഓർത്ത് വെക്കാം. എന്താണ് സൈക്കോളജിക്കൽ സ്റ്റേജിന്റെ എന്തൊക്കെ വരുന്നത്? മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ട്സ് ഒക്കെയാണ്. then ഔട്ട്കം ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്? മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, അബ്സെന്റിസം ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുന്നത്? സ്കിൽ, വെറൈറ്റി, ടാസ്ക് ഐഡന്റിഫൈ. അല്ലാതെ ബ്രീഫ് ആയിട്ട് നമുക്ക് അറിയാം മോക്ക് ടെസ്റ്റിൽ വരുന്ന വളരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. സോ എന്താണ് നമ്മളെ ഒരുപാട് പാരഗ്രാഫ് ബേസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ഒന്നും പഠിക്കേണ്ടതില്ല. പക്ഷെ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ കേസ് ഓൾ വൺ ഔട്ട് എന്ന് പറഞ്ഞ എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ എന്താണ് ചോദ്യം അല്ലെ, സൈക്കോളജിക്കൽ സ്റ്റേജുമായി ബന്ധപ്പെട്ട് എന്താണ് ഉൾപ്പെടുന്നത്, പെടാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാറൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? താഴേക്ക് നമുക്ക് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. ഓക്കെ, ഈ പറഞ്ഞ നമ്മള് ജോബ് ഡിസൈൻ നടത്തുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ പറഞ്ഞ ജോബ് ഡിസൈൻ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒഴിഞ്ഞു പോകുന്ന നിരക്ക് കുറവായിരിക്കും, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, നല്ല രീതിയിൽ ഒരുപാട് ബർഡൻ ഓഫ് കോസ്റ്റ് ഒന്നും വഹിക്കേണ്ടതായിട്ടൊന്നും വരില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപോയതാണ്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പോയിന്റ് ബൈ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കാം. Job design is very important because this is the process of which makes sure that the job remains updated and is relevant to the employee. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കാനൊക്കെ സാധിക്കും. നല്ല രീതിയിലുള്ള ജോബ് ഡിസൈനോട് കൂടിയിട്ടാണ് എംപ്ലോയി ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർ ചെയ്തോളും. ഇത്രയും ഔട്ട്കംസ് ഒക്കെ നേടിയെടുക്കാനൊക്കെ പറ്റുമെന്ന് തൊഴിലുടമയ്ക്കും അവിടെ അപ്ഡേഷൻ വരുത്തി കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് റെലവന്റ് ടു ദ എംപ്ലോയി, എംപ്ലോയിക്കും അത് ഉപകാരപ്രദമാണ്. കാരണം എംപ്ലോയിക്കും എന്താണ് എന്റെ ഡ്യൂട്ടി അല്ലെ, എന്തൊക്കെ ഫ്രീഡങ്ങളാണ് ഈ ഡ്യൂട്ടി ചെയ്യാനൊക്കെ കിട്ടുക, ഓക്കെ, അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ടാവും. സോ ഇരു കൂട്ടർക്കും അത് ഹെൽപ്ഫുൾ ആണ്. The primary objectives here is to minimize the dissatisfaction which comes while doing the job on a daily basis.
ഓക്കെ, ഓരോ ദിവസവും ചെയ്യുന്ന ജോലിയില് അവിടെ അസംതൃപ്തി ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് വരിക. അതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ. ഒരു ജീവനക്കാരൻ ജോലിക്കായിട്ട് വരുമ്പോൾ എന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അവർക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ അതനുസരിച്ചിട്ട് ക്രമീകരിച്ച് അവരുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നു അല്ലെ. അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. This dissatisfaction can lead to employee leaving the organization and causing issues for the company. ഓക്കെ, തീർച്ചയായിട്ടും ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ എംപ്ലോയിയും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അസംതൃപ്തി എന്നുള്ള ഒരു ഇത്, അതായത് തൃപ്തികരമായിട്ടല്ല എന്റെ ജോലി പോണേ എന്നുള്ളൊരു മനോഭാവം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ എംപ്ലോയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരും. ജോബ് ഡിസൈൻ ഹാസ് എ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലർലി അപ്ഡേറ്റിംഗ് ദ ജോബ്. ഓക്കെ, തീർച്ചയായിട്ടും ജോബ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റെഗുലർലി അപ്ഡേറ്റിംഗ് ജോബ് അല്ലെ. ഓരോ ദിവസവും എന്താണ് ജോലി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതിന് അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഓരോ ജീവനക്കാരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി പോവുക. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ജോബ് ഇവാലുവേഷൻ നമുക്കറിയാം, ഓരോ ദിവസവും ജോലിയെ ക്രമപ്പെടുത്തണമെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ആ ജോലിയെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ഒക്കെ ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയതിനു ശേഷമാണ് അത് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ എംപ്ലോയിക്കും അവരവരുടെ ഡ്യൂട്ടികളും ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം മേൽത്തട്ടിലുള്ള വ്യക്തികളൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടായിരിക്കും ഓരോ എംപ്ലോയീസിലേക്കൊക്കെ അവിടെ കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ജോബ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ഇൻ കേസ് നമുക്കറിയാം ഒരു HR ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ അവിടെ വരുത്തി തീർക്കണമെങ്കിൽ കൃത്യമായിട്ടും ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ജോലിയാണ് എന്തൊക്കെ വേക്കൻസിയാണ് വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ വിലയിരുത്തണം അല്ലെ. Information about the job design is needed for job evaluation, which is the process of comparing the job with the other jobs in an organization to assess the proper grade. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇവാലുവേഷൻ വിലയിരുത്തൽ നല്ല രീതിയിൽ നടപ്പാക്കുകയാണ്. തീർച്ചയായിട്ടും ഏത് ജോലിയാണ്, ഇപ്പൊ ക്ലർക്കിന്റെ ജോലി, ഡെക്കറേഷന്റെ ജോലി മറ്റേത് സ്റ്റാഫുകളുടെ ജോലി നമ്മൾ വിലയിരുത്തുക. തീർച്ചയായിട്ടും മറ്റു ജീവനക്കാരും ഈ ജീവനക്കാരും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് മാറ്റങ്ങൾ. ചിലപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരാണ്, അത് കീഴുദ്യോഗസ്ഥർ ആരാണ് അത് കൃത്യമായിട്ടും ഏത് ഉദ്യോഗസ്ഥരാണ് ഈ ജോലിയുടെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ജോബ് ഡിസൈൻ is needed for job evaluation, which is the process of comparing the job with the other jobs in an organization to assess the proper grade. ഓരോ ഗ്രേഡിനനുസരിച്ചിട്ട് ജോലിയെ നമുക്ക് വിലയിരുത്താനായിട്ടും അത് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്നത് ജോബ് ഇവാലുവേഷൻ. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാറുണ്ടല്ലോ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എന്താണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ the process of comparing job with other jobs in an organization to assess the proper grade. നിങ്ങളുടെ അനുസരിച്ചിട്ട് ജോലിയെ വിലയിരുത്തി അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ സാധിക്കും. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ജോലിയെ വിലയിരുത്തി കഴിഞ്ഞ കേസ് വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ കണ്ടെത്തി പോസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് സ്ട്രക്ചർ ഏത് ഈ ജോബ് ഡിസൈൻ ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിക്കാരനെയാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെന്നും ഒരു ഐഡിയയും കിട്ടില്ല. ശരിയല്ലേ? വേക്കൻസികൾ എന്താണ് ഏത് തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് കണ്ടെത്തേണ്ടതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് ഒരു ഘടന ഉണ്ടാവണം അല്ലെ, സ്ട്രക്ചർ ഉണ്ടാവണ്ടേ ഇൻഡിവിജ്വലി ഉണ്ടാവില്ലേ. നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റിനെ വിളിക്കുമ്പോൾ ചില കാര്യം ചില വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ റിസപ്ഷനിസ്റ്റിന് ആ റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു ചേംബറിൽ എത്തുന്നതുകൊണ്ട് തന്നെ ഇൻവെന്ററി കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതേസമയം ചെറിയൊരു ക്ലിനിക്കൊക്കെ ആണെങ്കിൽ റിസപ്ഷനിസ്റ്റിന് പല ഡ്യൂട്ടീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമാണ് ആ ജോലി ഫില്ല് ചെയ്യാനായിട്ടുള്ള റിക്രൂട്ട്മെന്റും സെലക്ഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കുക. ശരിയാണോ? എന്റെ പേര് അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. റിക്രൂട്ട്മെന്റ് ആയിട്ട് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ the process gives you a better understanding about the job and that needs to be filled and it helps. ജോലി എന്താണ് അല്ലെ, ആ ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ആ ജോലിയുടെ ഉത്തരവാദിത്തം ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമാണ് അവിടെ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചില വലിയ വലിയ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ അക്കൗണ്ട് പോസ്റ്റിൽ ഇരിക്കുന്ന ആളെ അക്കൗണ്ട്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ ചെയ്യേണ്ട വരില്ല. ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയും അക്കൗണ്ട്സിലിരിക്കുന്ന വ്യക്തി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്കറിയാം ആ സ്ഥാപനത്തിന്റെ വലുപ്പവും സൈസും വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം അത് ക്രമപ്പെടുത്തേണ്ടതായിട്ട്. സോ ഇവിടെ നോക്കുക, ഇവിടെ പറയാണ് ഫില്ല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ട് ആ ഒരു ജോലിയെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കണം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 2 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. The selection panel identifies the job requirements, selection criteria, write the job advertisement, develop interview questions, and assess the best applicant for the job. റിക്രൂട്ട്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ അപ്പൊ നമ്മള് നഴ്സിന്റെ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കൊടുക്കും, അല്ലെങ്കിൽ ടീച്ചറിന്റെ വേക്കൻസി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് അല്ലെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അവർ അക്കൗണ്ട്സും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇതിന്റെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ കൂടി വേണം എന്നുള്ള സൂചനയും കൂടി അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾക്ക് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്വൈസ്മെന്റ് നടത്തുമ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ഘടന എന്ത് ജോലിയാണെന്ന് കൃത്യമായിട്ടുള്ള ഘടന ഉണ്ടെങ്കിലാണ് അതനുസരിച്ചിട്ട് ഈ അഡ്വർടൈസ്മെന്റിലും അല്ലെ പരസ്യം കൊടുക്കുമ്പോഴും ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോഴും അതേമാതിരി ആപ്ലിക്കന്റിനെ വിലയിരുത്തുമ്പോഴൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ വീണ്ടും പറയാണ്, ജോബ് ആപ്ലിക്കൻസ് ടു ഡിസൈഡ് ഇഫ് ദേ ഷുഡ് അപ്ലൈ ഫോർ ദ ജോബ് ആൻഡ് ടു പ്രിപ്പയർഡ് ഫോർ ദ സെലക്ഷൻ പ്രോസസ്. ഈ ആപ്ലിക്കേഷൻ കൊടുത്ത കാൻഡിഡേറ്റ് ആണെങ്കിലോ അവർക്കറിയാം ഇന്നിന് വിളിക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അല്ലെ, ഞാൻ ആപ്ലിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇന്ന് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതിന്റെ കാര്യം കൂടി കൃത്യമായിട്ട് നോക്കിയിട്ട് അവരുടെ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവണമെന്ന് അവർക്കുമായിട്ട് സാധിക്കും. ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രം ഇന്ന ടാസ്കുകൾ ഇന്ന റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അതിന്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇരു കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്യണോ? ചെയ്യണം. നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ the information helps the employee to understand the requirements of their role, understand the needs of their roles in the organization, and recognize the ability necessary for the chosen profession. Okay, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഈ പോയിന്റ് കൂടി നോക്കുന്നുണ്ട്. ധരിക്കേണ്ട എന്താണ് ഇവിടെ പറയുന്നത്, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു, ഓക്കെ, അവരുടെ ക്വാളിഫിക്കേഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് അവരെ സെലക്ട് ചെയ്തത്. ദെൻ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ റോൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. തീർച്ചയായിട്ടും ചിലപ്പോ അവർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ബിസിനസ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫേമിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചെറിയൊരു ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ട വരും. ഓക്കെ, അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ മാത്രം മതി. അവിടെ ചിലപ്പോൾ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറൊരു സർവീസ് ആയിരിക്കും കൊടുക്കുന്നത്. ആ സർവീസിന് അവരെ യോഗ്യതകൾ മതിയാവുകയായിരിക്കും, പക്ഷെ അതിനോട് ചേർന്ന വിധത്തിൽ ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അവിടെ തീർച്ചയായിട്ടും അത് എന്താണെന്ന് കൃത്യമായിട്ട് ഗ്രഹിക്കണമെങ്കിലും ഈ സ്ട്രക്ചർ ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അനുസരിച്ചിട്ടുള്ള അവർക്ക് എബിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ് പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. The information helps the employee to understand the requirements of their role, then understand the needs of other roles. അല്ലെ, കുറച്ചും കൂടി ചിലപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവായിരിക്കും, പക്ഷെ അധികമായിട്ട് അല്ലെ അതർ റോൾസ് ഇൻ ഓർഗനൈസേഷൻ ആൻഡ് റെക്കഗ്നൈസ് കുറച്ചും കൂടി ചിലപ്പോൾ പരിചയം അവർക്ക് വേണ്ടി വരും. സോ അതിനനുസരിച്ചിട്ടുള്ള റെക്കഗ്നൈസ് എബിലിറ്റി നെസസറി ഫോർ ദെയർ ചൂസൺ പ്രൊഫഷൻ. ആ പ്രൊഫഷന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അത് അംഗീകരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കും.
സോ അവിടെ കൃത്യമായിട്ട് ലോഗോ ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. 3 പോയിന്റാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതിലേക്ക് ഹെഡിങ്ങുകൾ മസ്റ്റായിട്ട് പഠിച്ചുകൂടാനായിട്ട് ശ്രമിക്കാം. ലോഗോ ഇവാലുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ ഞങ്ങൾ വലിയ ചാപ്റ്ററുകൾ പഠിച്ചു പോകുന്നതാണ്. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ ചാപ്റ്റർ തുടങ്ങിയില്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ? പകുതിയായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അവിടെ നമ്മുടെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ അവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ജോബ് ഡിസൈൻ നടത്തുമ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അധികമായിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് വ്യക്തമാക്കി മനസ്സിലാക്കിയത് കൊടുക്കാനായിട്ടും ജോബ് ഡിസൈൻ ഉപകാരപ്പെടുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയറാണോ? ക്ലിയറാണോ? നമുക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു.